ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വയ്യാറം റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിവിൻ പോളിയുടെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഡപ്സിയാണ് അത് ആലപിച്ചിരിക്കുന്നത്. പുള്ളിയുടെ വോക്കൽ വോയിസ് ആണ്. സോങ്ങിന്റെ പേര് പറയുമ്പം ഹബീബി ട്രിപ്പ് എന്ന് തുടങ്ങുന്ന ഒരു സോങ് ആണ്. അതിന്റെ ഡയറക്ടർ വന്നിട്ട് ഷെയ്ൻ റഹ്മാൻ ആൻഡ് നിഖിൽ റഹ്മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഏതായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. സോങ് തുടങ്ങിയിട്ടുണ്ട്. حبيبي انت حبيبي منهم നമ്മുടെ ബേബി ഖലീഫത്തുർ ഹബീബി പീസായ ബീബി ഹലാക്കിലെ ലുക്ക വതാറേ ഉടുക്കാൻ ബർബറിയാണ് വെറേവർ സാച്ചിയതാണ് അവനാൽ വന്താറേ ഹബീബി 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 കുല്ല ഹബീബി 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 യല്ലാ ഹബീബി മാളിക പണിയണ മാറ്റത് തീർക്കണ കാറ്റിവനാണ് സയ്യാറയിലാണവനേറിയ നേരവും വാങ്ങി മറഞ്ഞ് പറന്നു റഫാഹിയ ചൂടി നടക്കണ ചൂരതിലേറിയ സുബകവനാണ് ദഹാബിനു വേണ്ടി നടക്കണ കിസയതുപോലൊരു പാട്ടവനാണ് ദിനാറിന്റെ പായിൽ കിടന്നാണ് തൂക്കം മസറാപ്പി കൂട്ടിൽ ഇരുന്നാണ് പോക്കും തിളങ്ങുന്ന തിരഞ്ഞു താരകഞ്ഞ നിറഞ്ഞ നാൾ വഴിയിൽ അലങ്ങു നൊഴിഞ്ഞ കടഞ്ഞൊറിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അതിലടിച്ച് തെളിച്ച് പിടിച്ചുലിച്ച് പിറന്നു പാതിരക തിരഞ്ഞു താരകഞ്ഞ നിറഞ്ഞ നാൾ വഴിയിൽ അലങ്ങു നൊഴിഞ്ഞ കടഞ്ഞൊറിഞ്ഞു മറിഞ്ഞു പല പകലും ഇരവും അതിലടിച്ച് തെളിച്ച് പിടിച്ചുലിച്ച് حبيبي 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 كل حبيبي 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 يلا حبيبي 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 كل حبيبي 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 كل حبيبي 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 يلا حبيبي Directed by ഈയടാ ഈയടാ അമ്പട എൻ്റെ മക്കളെ സോങ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമായിപ്പോയി. സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് ക്ലാസ് സോങ്, വേൾഡ് ക്ലാസ്. ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസം, ഭയങ്കര രസം. നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ഒരു നമ്മളെ നിവിൻ പോളിയുടെ സ്റ്റൈലൊക്കെ തന്നെ മാറി, അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി, ഒരു ബോളിവുഡ് എന്നൊക്കെ പറയത്തില്ലേ, ഒരു മറ്റൊരു സിനിമ ആർട്ട് വർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഈ ഒരു സോങ്ങിന്റെ ഒരു ലെവൽ വെച്ച് കണ്ടാൽ തന്നെ അറിയാം, ഇത് അത്യാവശ്യം നല്ല മുതൽ മുടക്കി എടുത്തിരിക്കുന്ന ഒരു സോങ് ആണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തന്നെ പറയുമ്പോഴത്തേക്ക് കൂടുതലും ചെയ്തേക്കുന്ന എനിക്ക് തോന്നുന്നത് ദുബായ് ആണെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് വെള്ളി ഡാൻസിന്റെ കുറെ സീക്വൻസ് ഒക്കെ എൻ്റെ അകത്തുണ്ടായിരുന്നു, ഡാൻസ് ഒക്കെ എൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം വെള്ളി ഡാൻസ്, അതേപോലെ സ്റ്റേജ് പെർഫോമൻസിന്റെ ഒരു ലെവല്, അതേപോലെ ബാക്ക് ആക്ടേഴ്സ്, ഈ ബാക്ക് സ്റ്റെപ്പ് കളിക്കുന്ന പെണ്ണുങ്ങൾ, ഓഫ്കോഴ്സ് പെണ്ണുങ്ങൾ, അതേപോലെ നമ്മുടെ നിവിൻ പോളി ഒറ്റയ്ക്ക് വന്നവനെ
ഒരു ഡയലോഗ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കാന്നുള്ള പട്ടികളെ ജയിക്കുന്ന ഒരു ഡയലോഗ് നമ്മുടെ കഴിഞ്ഞ സിനിമയ്ക്കകത്ത്. ഈ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ പൊന്നു മോനെ, നിവിൻ പോളി ഇതിന്റെ അകത്ത് അടിച്ച് തകർന്നെടുത്തിട്ടുണ്ട്. അതേപോലെ അഫ്കോഴ്സ് നമ്മുടെ ഡബ്സി തന്നെയാണ് ഇതിന്റെ റിലിക്സ് കൊടുത്തിരിക്കുന്നത്. ആ റിലിക്സും ആ ഒരു പുള്ളിയുടെ വോയിസ് തന്നെ വരുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് വ്യത്യാസം, ഒരുപാട് മാറ്റം തോന്നി. കേൾക്കാൻ തന്നെ പുതിയ പുതിയ ട്രാക്ക്, പുതിയ പുതിയ റിലിക്സ് എല്ലാം കൊണ്ട് ഓഫ്കോഴ്സ് എ ടു ഇസഡ് നല്ല നല്ല വേൾഡ് ക്ലാസ്, നല്ല വേൾഡ് ക്ലാസ്. ഞാൻ പറയുന്നത് അനിരുദ്ധ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ നമ്മുടെ ഡബ്സി പോലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. മനസ്സിലായി? ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഈ പാട്ട് ഇന്ത്യൻ ടൂവിൻ്റെ അകത്തൊക്കെയാണ് അനിരുദ്ധ് മ്യൂസിക് ചെയ്തേക്കുന്ന സിനിമയ്ക്കകത്ത് പഴയ AR റഹ്മാൻ നൊസ്റ്റാൾജി അടിക്കാനായിട്ട് അതിൻ്റെ അകത്ത് തിരികെ കൊണ്ട് കയറ്റിയേക്കുന്നതൊക്കെ കൊണ്ട് ഇന്ത്യൻ ടു കണ്ടവർക്കൊക്കെ അറിയാം. ഞാൻ ആ പടം കണ്ടിട്ട് അവസാനം എൻ്റെ പൊന്നോ, ഞാൻ അങ്ങ് അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ പോയിട്ട് അത് കാണാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ചുമ്മാ വെറുതെ തള്ളുന്നില്ല. അപ്പം എന്തായാലും വീഡിയോ സൂപ്പർ എന്ന് പറഞ്ഞു, സൂപ്പർ. നിവിൻ പോളി മാസ്, പക്ക മാസ്, അടിപൊളി, ഹാൻഡ്സ് ഓഫ്, വെരി ഗുഡ്. നിവിൻ പോളിയൊക്കെ നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു നായക കഥാപാത്രത്തിൻ്റെ അകത്ത് എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ ക്യാരക്ടർ നമ്മുടെ നിവിൻ പോളി തന്നെയാണ്. ഒരു വ്യത്യാസം, ഒരു മാറ്റവും. പ്രേമം സിനിമ കണ്ടവർക്കറിയാം നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു വൈഭവം. എനിക്ക് പ്രേമം സിനിമ ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ആ സിനിമ കാണാൻ ഒരു ആകാംക്ഷയാണ്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നിങ്ങൾ കഴിഞ്ഞ് എനിക്ക് വട്ടാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് ആ സിനിമയോട് ഭയങ്കര താല്പര്യമാണ്. പ്രേമം എന്ന് പറയുന്ന സിനിമ ഞാൻ പല പ്രാവശ്യം കാണാറുണ്ട്. പുള്ളിയുടെ ഓരോ, അതായത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയത്തില്ലേ, അതൊക്കെ കാണാനായിട്ട് വലിയ ഇഷ്ടമാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മെലിഞ്ഞ് ഉണങ്ങിയിട്ട് കയറി വരുന്നതെന്നല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ അകത്ത് വരുന്ന ഓരോരോ മാറ്റങ്ങൾ. ചെറുപ്പം വലുതാകുമ്പോൾ കോളേജ്, ടീനേജർ, പിന്നെ അതിനുശേഷം കോളേജ്, അതിനുശേഷം കുറച്ചുകൂടെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ശൈലി. വളരെ നിവിൻ പോളി നല്ലൊരു നായകനാണ്. നല്ലൊരു നായകനാണ് പുള്ളി. സിനിമകൾ ഒരുപാട് കിട്ടട്ടെ, ഇതുപോലുള്ള ഒരുപാട് സോങ്സ് പുള്ളിക്ക് ചെയ്യാൻ കഴിയട്ടെ. അതേപോലെ അഫ്കോഴ്സ് നമ്മുടെ ഡബ്സിയുടെ സോങ്ങും അദ്ദേഹത്തിന്റെ റിലിക്സും മാസ്, പക്ക മാസ്. അതേപോലെ അതിന്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഡയറക്ഷൻ വന്നിട്ട് ഷെയ്ൻ റഹ്മാൻ, അതേപോലെ നിഖിൽ റഹ്മാൻ, രണ്ടുപേരും നിങ്ങളെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രാക്ക് എടുത്തിട്ട് ഇവിടുന്ന് എല്ലാം വിട്ട് വെളിയിൽ പോയിട്ട് ഒരു ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് നിവിൻ പോളിയുടെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതേപോലെ പറ്റും, നമ്മളെ കൊണ്ടും ഇങ്ങനത്തെ സോങ്ങുകളൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ആൾക്കാരാണ് കേട്ടോ നിങ്ങൾ. അപ്പം ഞാനതും വളരെ ഇമ്പ്രസീവായിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സോങ്, എനിക്ക് അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമുള്ളൂ. നിങ്ങൾ എന്തായാലും ഒരുപാട് പേര് എൻ്റെ ഇത് കാണുന്നുണ്ട്, യൂട്യൂബ് കാണുന്നുണ്ട്, എൻ്റെ ഈ ചാനൽ, ഈ എളിയ ആളിൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങളെ കൊണ്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ചെറിയൊരു ഉപകാരം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം കുത്തിപ്പടിച്ചിടുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ് വയ്യാറം റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. വിൽ ബി മീറ്റ് യു സൂൺ. ഗുഡ് ബൈ.